ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഏഷ്യാൻ ന്യൂസിൻ്റെ അകത്ത് ഒരു നേഴ്സ്, ബാധിക്കപ്പെട്ട ഒരു നേഴ്സാണ്, അദ്ദേഹം വന്നിട്ട് ഒരു വോയിസ് ക്ലിപ്പിലൂടെ മാത്രം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസാണ് കേട്ടത്. അതിൻ്റെ അകത്ത് പറഞ്ഞത് കോവിഡ് കാലത്ത് ഞങ്ങളുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു, തിരിച്ചടയ്ക്കാനായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടു, അതൊന്നും ലഭിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വോയിസ് കേൾക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 2014 ശേഷമാണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ഈ പറഞ്ഞ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് വന്നത്. ഞാൻ പല വീഡിയോയിലും ഇതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റാണ് ഈ നേഴ്സുമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സാലറി നമുക്ക് കിട്ടുന്നു, എല്ലാ ഫെസിലിറ്റീസും ഈ പറഞ്ഞ മിനിസ്ട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള നേഴ്സുമാരെല്ലാം തന്നെ, ഒട്ടുമിക്ക നേഴ്സുമാരെല്ലാം തന്നെ കുവൈറ്റിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു സ്വപ്നമായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു സമയമായിരുന്നു അതെന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹ്യൂജ് എമൗണ്ട് ഈ പറഞ്ഞ ഏജൻസികളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോഴും നമ്മൾ ആ പണം കൊടുത്തിട്ട് ഈ കുവൈറ്റിലോട്ട് വരാൻ തയ്യാറായത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. ഇത്രയും വലിയൊരു എമൗണ്ട് ചോദിച്ചെന്ന് പറഞ്ഞാലും ആദ്യമൊക്കെ അതൊരു 15 ലക്ഷം ആയിരുന്നെങ്കിൽ പിന്നീട് അത് 20-25 ലക്ഷം രൂപയൊക്കെ കൊടുത്ത നേഴ്സുമാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 25 ലക്ഷം രൂപ കൊടുത്താലും അത് എങ്ങനെ തിരിച്ചടയ്ക്കാം എന്നുള്ള ഓപ്ഷനും അവർ നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നു. കാര്യം അവർ നമ്മളോട് പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടും, നിങ്ങൾക്ക് ലോൺ ലഭിക്കും, അതുകൊണ്ട് ഈ പറഞ്ഞ എമൗണ്ട് അതിൻ്റെ ഒരു ചെറിയ എമൗണ്ടേ ആകത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഏജൻറ്റുമാർ പറഞ്ഞിരുന്നെങ്കിലും അവരൊരിക്കലും നമ്മൾ നിർബന്ധിച്ചിരുന്നില്ല ലോൺ എടുക്കാനായിട്ട്. പക്ഷേ അത് നല്ലൊരു ഓപ്ഷനായിരുന്നു ഈ പറഞ്ഞ നേഴ്സുമാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നേഴ്സുമാർ തിരഞ്ഞെടുത്തതും ആ ഓപ്ഷൻ തന്നെയായിരുന്നു. കുവൈറ്റും വെച്ച് ജോലി ചെയ്ത ഒരു നേഴ്സിൻ്റെയും ജോലി നഷ്ടപ്പെടുകയുണ്ടായിരുന്നില്ല. കോവിഡ് കാലത്ത് ഈ പറഞ്ഞ കുവൈറ്റ് നമുക്ക് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്തവർക്കെല്ലാം തന്നെ 6 മാസത്തെ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എമൗണ്ട് പോലും നമുക്ക് തിരിച്ചടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊരു ഇളവും കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കൊറോണയും കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് ആ പറഞ്ഞ എമൗണ്ട് ഓരോ EMIയും വീണ്ടും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവർ എടുത്തു തുടങ്ങിയത്. അപ്പോൾ അത്രയും വലിയ ഒരു സപ്പോർട്ട് തന്നൊരു രാജ്യമാണ് നമ്മുടെ കുവൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ പറഞ്ഞ ജോലി നഷ്ടപ്പെടുകയുണ്ടായി, അതിനുശേഷം തിരിച്ചടയ്ക്കാനുള്ള സാവകാശം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നറിയത്തില്ല. എന്തായാലും കുവൈറ്റ് മിനിസ്ട്രി ജോലി ചെയ്ത ഒരു നേഴ്സുമാരുടെ പോലും ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരായിരുന്നു. പക്ഷേ ഇതുപോലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അവരെ തേടിയെത്തിയപ്പോൾ ഈ പറഞ്ഞ OET എല്ലാം പാസ്സായി നമുക്ക് യൂറോപ്പിലോട്ട് പോകാനുള്ള നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയെ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലോണ് ഒരു ബാധ്യതയായിട്ട് വന്നു. അപ്പോൾ കുറേ പേരെല്ലാം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നേരെ ബാങ്കിൽ ത്രൂ ചെന്നിട്ട് അവരോട് എഴുതി കൊടുക്കുകയും ഞങ്ങൾ ഇതേപോലെ എല്ലാ EMIയും എല്ലാ മാസം അടച്ചോളാം എന്ന് പറയുകയും ഉണ്ടായിട്ടുണ്ട്. കുറേ പേരെല്ലാം ആ എമൗണ്ട് ഇപ്പോഴും അടയ്ക്കുന്നവരുണ്ട്, ചിലരൊക്കെ അടയ്ക്കാൻ സാധിക്കാത്തവരുണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മുടെ വീഡിയോയിൽ, നമ്മളിട്ട വീഡിയോയിൽ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയുണ്ടായി. നിങ്ങളിതേപോലെ ഈ പറഞ്ഞ നേഴ്സുമാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ നമ്മളടുത്ത് ഈ പറഞ്ഞ കമൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിനെല്ലാം മറുപടി ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ആരെയും മെഴുകി ഇതാക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്നാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ അതിൻ്റെ കാര്യകാരണങ്ങളാണ് ഈ വിശദീകരിച്ചത്. കാര്യം ഞാനും ഈ കുവൈറ്റിലെ ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കും ഈ പറഞ്ഞ ലോണും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ എന്നും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ അടവും കാര്യങ്ങളും മേടിക്കുന്നതെന്നും, എങ്ങനെയൊക്കെയാണ് തിരിച്ചടവ് ഉണ്ടായതെന്നും, എന്തൊക്കെയാണ് ഈ പറഞ്ഞ നേഴ്സുമാർ ചെയ്തതെന്നും വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സത്യാവസ്ഥകൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ ഇത്രയും വലിയൊരു ബാധ്യത വരാനായിട്ട് കാരണം. ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി കുവൈറ്റ് ഗവൺമെൻറ് എടുക്കാനായിട്ടും കാരണം.